നമസ്കാരം. പ്രധാന വാർത്തകൾ. UDF മുന്നണി പ്രവേശനം. PK കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്താൻ PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തുക. UDF മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ ലീഗ് നേതാക്കളെ കാണുന്നത്. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി പ്രവേശനം വേണമെന്ന നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ് PV അൻവർ. UDFന്റെ വിജയമാണ് പ്രധാനമെന്ന് അൻവർ വ്യക്തമാക്കി. നിലമ്പൂരിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇരു മുന്നണികളും. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് മോഡൽ കാലുമാറ്റം നിലമ്പൂരിൽ ഉണ്ടാകില്ല. അതിന് വെച്ച വെള്ളം വാങ്ങിവെക്കണം. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് നോക്കിയിരിക്കുകയാണ് LDF എന്നും ചെന്നിത്തല പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തക മേധ പട്കർ അറസ്റ്റിൽ. അപകീർത്തി കേസിൽ സാമൂഹിക പ്രവർത്തക മേധ പട്കറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ അപകീർത്തി കേസിലാണ് നടപടി. 23 വർഷം മുമ്പാണ് കേസ് നൽകിയത്. ഈ കേസിൽ മേധ പട്കറിനെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇന്ന് മേധ പട്കറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാമചന്ദ്രന് വിട നൽകി നാട്. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. ഗവർണറും ജനപ്രതിനിധികളും നാട്ടുകാരും രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മകൾ ആരതി, മകൻ അരവിന്ദ്, ഭാര്യ ഷീല എന്നിവർ രാമചന്ദ്രന്റെ മൃതദേഹത്തിൽ പ്രാർത്ഥനാപൂർവ്വം ആദരമർപ്പിച്ചത് കണ്ടുനിന്നവരുടെ കണ്ണുകളെ പോലും ഈറനാക്കി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി വീട്ടിലെത്തിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിലാണ് N രാമചന്ദ്രന്റെ സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പഹൽഗാം ഭീകരാക്രമണം. 2 പ്രാദേശിക ഭീകരരുടെ വീടുകൾ തകർത്തു. ജില്ലാ ഭരണകൂടമാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് 2 വീടുകളും തകർത്തത്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിലുള്ളവർ ഭീകരാക്രമണത്തെ തുടർന്ന് അവിടെ നിന്നും മാറിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ത്രാൽ സ്വദേശിയായ ആസിഫ് ഹുസൈൻ, ബിജ്ബെഹേര സ്വദേശി ആദിൽ തോക്കർ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഇരുവരും ലഷ്കർ തോയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി നേരത്തെ തന്നെ സൂചന ലഭിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഗുജറാത്തിൽ നിന്ന് 3 പേർ, കർണാടകയിൽ നിന്ന് 3 പേർ, മഹാരാഷ്ട്രയിൽ നിന്ന് 6 പേർ, ബംഗാളിൽ നിന്ന് 2 പേർ, ആന്ധ്രയിൽ നിന്ന് 1, കേരളത്തിൽ നിന്ന് 1, UP, ഒഡീഷ, ബീഹാർ, ചണ്ഡീഗഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, കാശ്മീർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചത്. ഒഴിവായത് വലിയ ദുരന്തം. ട്രെയിൻ അട്ടിമറി ശ്രമം. ട്രാക്കിലെ ബോൾട്ടുകൾ അഴിച്ചുമാറ്റിയ നിലയിൽ. തമിഴ്നാട് തിരുവള്ളുവർ തിരുവിലങ്ങാടിയിൽ ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നു. ട്രാക്കിലെ ബോൾട്ടുകൾ അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു. ചെന്നൈ ആറക്കോണം റൂട്ടിലെ ട്രാക്കിലെ ബോൾട്ടുകളാണ് അഴിച്ചുമാറ്റിയത്. ബോൾട്ട് അഴിച്ചുമാറ്റിയത് റെയിൽവേ ലൈൻമാന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് വലിയ ദുരന്തം ഒഴിവായി. നിലവിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.